ഹായ് ഡിയേഴ്സ്, കുറേ നാൾ കൂടിയിട്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും എക്സാം ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് കുറച്ച് നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്റ്റൻസായിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഡെയിലി ഒന്നും പഠിക്കുന്നുണ്ടാവില്ല. റെഗുലറായിട്ട് പോകുന്ന കുട്ടികളുടെ പോലെ ദിവസവും ഇരുന്ന് ഇത്ര ചാപ്റ്റർ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളൊന്നും ആയിരിക്കില്ല. നമ്മൾ മിക്കപ്പോഴും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിയുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനായിരിക്കും ഒരു 2-3 ദിവസം മുന്നൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് നോക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ മുന്നിലുണ്ടാവുക. അപ്പോൾ അത് കണ്ട് നിങ്ങൾ എക്സാമിന് പോകണ്ടയോ എന്നൊക്കെ വിചാരിച്ച് മടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2-3 ദിവസം കൊണ്ടൊന്നും ടെക്സ്റ്റ് ബുക്ക് മുഴുവനൊന്നും പഠിച്ച് നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഉണ്ടല്ലോ, പ്രീവിയസ് ഇയറിലെല്ലാം ഒരു 2020 തൊട്ടിട്ട് ഒരു 24 ഡിസംബർ വരെയുള്ള ഫുൾ അസൈൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോ സീസണിലും, ജൂണിലും ഡിസംബറിലും ആയിട്ട് വരുന്ന ഓരോ സീസണിലെയും അസൈൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ചെണ്ണം നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങളൊന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊരു നോട്ട് എഴുതി വയ്ക്കുക. ഒന്നെങ്കിൽ നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തി നിങ്ങളുടെ രീതിയിൽ എഴുതുകയോ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിലും ഇതുപോലെ കോമൺ ആയിട്ട് വരുന്നതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞോളൂ 2-3 ദിവസമൊക്കെ ഉള്ളെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ നന്നായി വായിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം ഒന്ന് പ്രീവിയസ് ഇയർ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 20 മാർക്സ് ആണെന്ന് വിചാരിക്കും, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ടൻറ്റിലോട്ട് കിടക്കുക. ലാസ്റ്റ് നിങ്ങളൊരു കൺക്ലൂഷൻ കൊടുക്കുക. അതൊരു ടോട്ടൽ ഒരു 4 അല്ലെങ്കിൽ 4.5 പേജെങ്കിലും മിനിമം അപ്പുറം കൂടി എഴുതാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കും 4.5 പുറമൊക്കെ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മിനിമം 2 പേജെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതുക. ആ പഠിച്ച കാര്യങ്ങൾ തന്നെ അപ്പുറത്ത് കൊണ്ടുപോയി വേറെ രീതിയിൽ മാറ്റി എഴുതുക. അങ്ങനെ ഒരു 4.5 പേജ് നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതാൻ ശ്രമിക്കുക. മറിച്ചും തിരിച്ചുമൊക്കെ അതേ പോയിൻറ്റ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒരു 4.5 പേജ് നിങ്ങൾ ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ അപ്പുറം കൂടി ഒരു 3 പേജ് കവർ ചെയ്യാൻ ശ്രമിക്കുക. 5 മാർക്സ് ആണെങ്കിൽ ഒരു പേപ്പറിൻ്റെ 2 പുറവും അപ്പുറം എഴുതാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളതുപോലെ ചാർട്ട്, അതുപോലെ പിക്ചർ ഇതൊക്കെ നിങ്ങൾ വരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ പോയിൻറ്റ് വൈസായിട്ട് എഴുതുക, അതുപോലെ നിങ്ങൾ സബ് ഹെഡിങ് വരച്ച് എഴുതുക. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാനായിട്ട് ഉപകാരപ്പെടും. നിങ്ങളിങ്ങനെ ഒരു പേപ്പർ ഫുൾ എഴുതി വെക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുന്നതും അതുപോലെ കുറച്ച് മാർക്ക് ചെയ്ത് എഴുതുന്നതും കുറച്ച് ടേബിൾസ് വരയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ മാർക്സ് കൂട്ടാനായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിലൊന്ന് പറയണം കേട്ടോ, മാർക്സിലൊക്കെ. ഓക്കെ, താങ്ക് യു.